കേരളത്തിൽ മദ്യഷാപ്പുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ. സിപിഎമ്മിന്റെ മദ്യനയത്തിൽ മാറ്റമുണ്ടായി. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. മദ്യനിർമ്മാണശാലയ്ക്ക് സിപിഐ കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രിക വരുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? പരമാവധി മദ്യം ഒഴിവാക്കി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. പ്രകടന പത്രിക വായിച്ചു വെക്കും. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കാനുള്ള സമയം എടുക്കും. ഇപ്പം ഈ സർക്കാർ അനുവദിച്ച മദ്യഷാപ്പുകളുടെ എണ്ണം സർവകാല റെക്കോർഡാണ്. ഒരു ഭാഗത്ത് മദ്യം, ഒരു ഭാഗത്ത് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിലാണ് കേരളം ഇന്ന് നടന്നു നീങ്ങുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇത് തടയിടാനുള്ള ഒരു സംവിധാനവും ഇല്ലാന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ മെസ്സേജ് പോകുന്നത് ഞങ്ങൾ യഥേഷ്ടം മദ്യം വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലാണ്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. ഏത് വിധേനയും എതിർക്കണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്ക് നേരെ രൂക്ഷ വിമർശനം. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഇതിൽ ജനങ്ങൾക്ക് വലിയ രോഷം പാർട്ടിയോടുണ്ട് എന്നായിരുന്നു പ്രധാന വിമർശനം. മാത്രമല്ല, പോക്സോ പീഡനക്കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ എംഎൽഎ ജോർജ് എം തോമസിനെ തിരിച്ചെടുത്ത നടപടിക്കെതിരെയും ചർച്ചയിൽ വിമർശനം ഉയർന്നു. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശ കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. ഫെബ്രുവരി 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കോട്ടയം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പറയൂ. ഇത് 4ാം തവണയാണ് ഇപ്പോൾ ഈ പി.സി. ജോർജിന്റെ കേസ് മാറ്റിവെക്കുന്നത്. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടായിരുന്നു കോട്ടയം സെഷൻസ് കോടതിയിൽ പി.സി. ജോർജ് ഹർജി നൽകിയത്. ചാനൽ ചർച്ചയിലെ ചില വിവാദ പരാമർശങ്ങൾക്കെതിരെ യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കലാപാഹനം, അതുപോലെ തന്നെ മതസ്പർദ്ധ വളർത്തലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിന് പിന്നാലെയാണ് പി.സി. ജോർജ് ഒരു മുൻകൂർ ജാമ്യത്തിലേക്ക് നീങ്ങിയത്. ഈ ജാമ്യ ഹർജി കഴിഞ്ഞ 4 തവണ കോടതിക്ക് മുന്നിലെത്തിയെങ്കിലും പരിഗണിക്കാതെ വിടുകയായിരുന്നു. ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഈ വിവാദ പരാമർശങ്ങൾ സംബന്ധിച്ച്
എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി നൽകണമെന്ന് പ്രോസിക്യൂഷനോട് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യം. ഇതിൽ പ്രോസിക്യൂഷൻ ഒരു വിമർശനം ഉന്നയിക്കാനും കോടതി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 5 മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കേസ് പരിഗണിക്കുന്നവരെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങരുത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മിഥുൻ, അതോടൊപ്പം മുൻ LDF കൺവീനർ EP ജയരാജന്റെ ആത്മകഥാ കേസിൽ DC ബുക്സിനെതിരായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസിൽ DC ബുക്സ് മുൻ എഡിറ്റർ AV ശ്രീകുമാർ മാത്രമാണ് പ്രതിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റു പ്രതികളിലേക്ക് നീങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ മറ്റു ആളുകളെ പ്രതി ചേർക്കേണ്ടതില്ല എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഒരു വിവാദമായിരുന്നു EP ജയരാജന്റെ ആത്മകഥ എന്ന് പറയുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ പ്രചരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. ഇത് സർക്കാരിനെയും CPM-നെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇത് പുസ്തകം വ്യാജമാണ്, താൻ പറയാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് EP ജയരാജൻ ആദ്യം മുതൽ ഉന്നയിച്ചിരിക്കുന്ന വാദം. DC ബുക്സിന്റെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നാണ് ഈ സോഫ്റ്റ് കോപ്പികളുടെ ഭാഗം ചോർന്നതെന്നും പ്രചരിച്ചതെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. DC ബുക്സ് ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയെല്ലാം ഇതിനിടെ എടുക്കുകയുണ്ടായി. അന്വേഷണ സംഘം DC ബുക്സിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ DC ബുക്സ് ഉടമ DC രവിയെയും എല്ലാം ചോദ്യം ചെയ്ത് മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ല എന്നും അന്വേഷണം അവസാനിപ്പിക്കാമെന്നും നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ AV ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഗരസഭയിലെ വിവാദ വിഷയങ്ങളിൽ ഫേസ്ബുക്ക് പ്രതികരണം നടത്തിയ പ്രാദേശിക നേതാവിനെതിരെ നടപടി. കോട്ടയം ഏരിയ കമ്മിറ്റി അംഗം PR രതീഷിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. രതീഷിന്റെ പ്രവൃത്തി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് CPM നേതൃത്വം വിലയിരുത്തി. നഗരസഭയിലെ LDF പ്രതിഷേധം പ്രഹസനമായിരുന്നുവെന്നാണ് രതീഷിന്റെ വിമർശനം. പാരിതോഷിക വിവാദത്തിന് തടയിടാനാണ് 2.11 കോടിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിഷയം പ്രതിപക്ഷം ഉയർത്തിയത്. നഗരസഭയിലെ ചില CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കൂട്ടുകച്ചവടമാണെന്നും രതീഷ് ആരോപിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലാ KSU വിദ്യാഭ്യാസ ബന്ദിൽ സംഘർഷം. വിദ്യാർത്ഥികളുമായി പോയ അടൂർ SNIT എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ് KSU പ്രവർത്തകർ തടഞ്ഞു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി പ്രവർത്തകരെ പിടിച്ചുമാറ്റുകയായിരുന്നു. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ഒറ്റയാൻ വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മുണ്ടയ്ക്കൽ ജോർജിന്റെ കൃഷിയിടത്തിൽ കാട്ടാന തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെ നശിപ്പിച്ചു. മോട്ടോർ ഷെഡും തകർത്തു. തെങ്ങ് മറിച്ചിട്ടതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണവും മുടങ്ങി. വിവാഹത്തലേന്ന് രാത്രി യുവാവ് വാഹന അപകടത്തിൽ മരിച്ചു. കോട്ടയം കടപ്ലാമറ്റം സ്വദേശി ജിജോ മോൻ ജിൻസണാണ് മരിച്ചത്. MC റോഡിൽ കാളികാവ് പള്ളിയുടെ സമീപത്ത് വെച്ചാണ് അപകടം. ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. പാഠപുസ്തക പരിഷ്കരണം ഇനി എല്ലാ വർഷവും നടത്താനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. 2, 4, 6, 8 ക്ലാസ്സുകളിലെ 128 ടൈറ്റിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കഴിഞ്ഞ ദിവസം ചേർന്ന കരിക്കുലം